ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ കാലമായി ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഡെയിലി വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാനുള്ളൊരു ഗ്യാപ്പേ ഉള്ളൂ. അതിപ്പോൾ ഇന്ന് രാവിലെ എണീക്കുക, ഓഫീസിൽ പോവുക, ആ ഒരു റൊട്ടീൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് പിന്നും റിപ്പീറ്റഡ് ആയിട്ട് കാണിച്ച് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യലാണ്, എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓഫീസ് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് റെഡി ആയിട്ട് ഒരു ചായ കുടിച്ച് പോകണം. അപ്പോൾ നമുക്ക് റെഡിയാകും. ഇതാണ് നമ്മളിൽ നിന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സ്. അപ്പം ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വരാം. അപ്പോൾ ഡ്രസ്സെല്ലാം ഇട്ടു. ഇനി നമുക്ക് കുറച്ചൊന്ന് ഒരുങ്ങാം. നമുക്ക് ഒരുങ്ങാമെന്നല്ല, കണ്ണ് ഇതൊന്നും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം നമുക്ക് കണ്ണൊന്നേരി കൊടുക്കും. ആ റെഡ് നമുക്ക് കണ്ണൊന്നേരി. റെഡിയായി. അപ്പം ഞാൻ റെഡിയായി. ഇപ്പോൾ ചായ ഒന്നും കുടിച്ചില്ല, എൻ്റെ സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഓഫീസിൽ പോകാം. ഹായ്. എൻ്റെ ഓഫീസിൽ 2 ആൾക്കാരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് പോകുമ്പോൾ 2 പീസ് കേക്ക് ഓരോരുത്തർക്ക് കൊടുക്കാമെന്ന്. അങ്ങനെ 2 പീസ് കേക്കൊക്കെ കട്ട് ചെയ്ത് ബോക്സിലാക്കി കൊണ്ടുപോകാൻ. ഓഫീസിലെത്തി ആദ്യത്തെ 1-2 മണിക്കൂർ അത്യാവശ്യം നല്ല ബിസി ആയിരിക്കും. കാരണം കുറേ മെസ്സേജ് വന്നെടുക്കുന്നുണ്ടാവും, പിന്നെ റിലീസായ വിസ കൊടുക്കാനുണ്ടാവും, അങ്ങനെയെല്ലാം ആയിട്ട് ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട പറഞ്ഞ് നല്ല അടിപൊളി മന്തി വാങ്ങിക്കൊണ്ടുവന്ന് അതൊക്കെ കഴിച്ച്, പിന്നെ ഞാൻ ഉച്ചയ്ക്ക് റൂമിൽ നിന്ന് കുറച്ച് പായസം ഉണ്ടാക്കി ഓഫീസിലുള്ളവർക്ക് കൊണ്ട് കൊടുത്തിരുന്നു. ഓല് ശരിക്കും പറഞ്ഞാൽ നല്ല കമ്പനിയാണ്, ലൈക്ക് എ ബ്രദേഴ്സ്. ഇതെനിക്ക് ഓഫീസിൽ നിന്ന് ഗിഫ്റ്റ് തന്നതായിരുന്നു, ഒരു കേക്കും ഒരു ബോക്സ് ചോക്ലേറ്റും. പിന്നെ ഇത് ശരിക്കും സർപ്രൈസ് ആയിരുന്നു, ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സമയത്ത് കൊണ്ടു തന്നതാണ്. താങ്ക് യു. ഇതെൻ്റെ 23rd ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് 23 ഗിഫ്റ്റ് കൊണ്ട് തന്നിട്ടുണ്ട്. ആ ഒരു ചോക്ലേറ്റ് ബോക്സ് എനിക്ക് ഓഫീസിൽ നിന്ന് തന്നാണ് കേട്ടോ. ബാക്കി എല്ലാ 23 സാധനങ്ങളും എനിക്ക് ഹസ്ബൻഡ്, ഞാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വേണമെന്ന് പറയുന്ന കുറച്ചധികം സാധനങ്ങൾ മൂപ്പർ നോട്ട് ചെയ്തിട്ട് എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നാണ്. ഒറ്റക്കായതുകൊണ്ടും റൂമിൽ ഞാൻ ഉള്ളതുകൊണ്ടും പേക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാൻ ശരിക്കും ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസായി. കാരണം എനിക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ കിട്ടി. പോകാൻ റെഡി ആയതാ. അപ്പോൾ ഒരു കൺക്ലൂഷൻ വേണമല്ലോ, അത് വിചാരിച്ച് വന്നതാ. ഇന്നലെ രാത്രി ഗിഫ്റ്റും ഇതെല്ലാം കിട്ടിയൊരു പാർട്ടി മോഡലായി പോയി. പക്ഷേ എന്തോ ഒരു സ്പെഷ്യലായിട്ട് തോന്നി. കാരണം കുറേ വിഷസ്, ഇനിയിപ്പോൾ വിഷസ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പോലെ ഈ ഒരു ദിവസം പോവും. പക്ഷേ ആ വിഷ് ചെയ്ത ആൾക്കാർ ഹാപ്പി ബർത്ത്ഡേ എന്ന് എനിക്ക് എഴുതി ടൈപ്പ് ചെയ്തിടാൻ കാണിച്ച ആ ഒരു ഇതിന് ഒരുപാട് നന്ദി. അപ്പോൾ പിന്നെ ഓഫീസിലുള്ളവർ ഗിഫ്റ്റ് കൊണ്ട് തന്നു, സർപ്രൈസ് ആയിട്ട്. അത് ശരിക്കും ഒരു ഞാൻ വീഡിയോയിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ പിന്നെ എന്തെയ്യുന്നു, ഞാൻ ഈ നാട്ടിൽ ക്രാഫ്റ്റിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നതിനോ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ സർപ്രൈസ് എല്ലാം പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട് എനിക്കൊരു സർപ്രൈസ് കിട്ടുമ്പോൾ എനിക്ക് വലിയൊരു എഫക്റ്റൊന്നും എൻ്റെ ഫേസിൽ നിന്ന് കിട്ടില്ല. ആ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ആ ഒരു ഇതൊന്നും എൻ്റെ ഫേസിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ സർപ്രൈസ് വീഡിയോയിലൊന്നും എനിക്ക് വലിയൊരു എക്സ്പ്രഷനൊന്നും ഇല്ല. കാരണം ഞാൻ അതിന് യൂസ്ഡാണ് അതെങ്ങനെ ആണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ 23rd ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ബൈ.